നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ട്രംപിന് മാത്രമേ അറിയാവൂ. കാരണം അമേരിക്ക കൊട്ടി ആഘോഷിച്ച് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് നൽകിയ യുദ്ധവിമാനം ആക്രിക്കാർക്ക് പോലും വേണ്ടാത്ത അവസ്ഥയിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്നത്. ബ്രിട്ടനുമായിട്ടുള്ള പ്രതിരോധ ബന്ധവും നയതന്ത്ര ബന്ധവും എല്ലാം പരിഗണിച്ച് ഭാരതം തന്നെ ആ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്തുകൊള്ളാം എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അർദ്ധരാത്രിയോടെ ഉത്തരവിറങ്ങുകയും എല്ലാം സൗജന്യമായി തന്നെ ചെയ്തുകൊള്ളാം എന്നൊരു നിലപാട് കേന്ദ്രത്തിൽ നിന്നും വരികയും ചെയ്തു. അതായത് ആ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇങ്ങനെ എമർജൻസി ലാൻഡിങ്ങിൽ കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ 2-3 ആഴ്ചയായി. അപ്പോൾ തന്നെ അതിന് കുറച്ച് ചിലവുകളുണ്ട്. ഏകദേശം ഒരു 3-3.25 ലക്ഷം രൂപ അതിന് ചിലവ് വരും. ഒരു മാസം 26,000 രൂപ അടുപ്പിച്ചാണ് അതിൻ്റെ ഒരു ചിലവ് വരുന്നത്. അങ്ങനെ എത്ര ദിവസം ഇവിടെ കിടന്നു എന്നതിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു 3.25 ലക്ഷം രൂപ വരും. അപ്പോൾ ഇതെല്ലാം തന്നെ വേണ്ട എന്ന നിലയിലേക്കാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും അതിപ്പോൾ അദാനിയെയും അറിയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പൈസയൊന്നും വാങ്ങിക്കേണ്ട. കാരണം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്രയും ഒരു സ്ട്രോങ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ആ പൈസ വേണ്ട എന്ന രീതിയിലേക്കാണ് കേന്ദ്രം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ബ്രിട്ടന്റെ യുദ്ധവിമാനം ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാനൊരു തീരുമാനവും ഇന്നലെ ഉണ്ടായി. F-35B വിമാനം UK-യിലേക്ക് എയർലിഫ്റ്റ് ചെയ്യില്ല. ഇതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റുന്നത്. ബ്രിട്ടൻ നേവിയുടെ വിമാനമായതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഫീ വാങ്ങണമോ എന്നത് തീരുമാനമായിട്ടില്ല. അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടാൽ ബ്രിട്ടീഷ് വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന ഭീമൻ കാർഗോ വിമാനത്തിൽ F-35നെ എയർലിഫ്റ്റ് ചെയ്ത് UK-യിലേക്ക് തിരികെ കൊണ്ടുപോകാനാണ് ആലോചിച്ചിരുന്നത്. തത്കാലം ഇത് വേണ്ട എന്ന് വെച്ചാണ് ഇപ്പോൾ ഒരു നീക്കത്തിലേക്ക് വന്നത്. വിമാനം റൺവേയിലേക്ക് ഇറക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഹാങ്കറിലേക്ക് മാറ്റാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടെങ്കിലും 12 ദിവസത്തേക്ക് ശേഷമാണ് വിമാനം വിദഗ്ധരെത്തിയ ശേഷം മാറ്റുന്നതിൽ തടസ്സമില്ല എന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കിയത്. വിമാനത്തിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അടിസ്ഥാനമാക്കിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പാർക്കിംഗ് ഫീസ് കണക്കാക്കുന്നത്. F-35B വിമാനത്തിന്റെ ഭാരം ഏകദേശം 27 ടണ്ണാണ്. ഈ കണക്കനുസരിച്ച് പ്രതിദിനം ഏകദേശം 26,261 രൂപ പാർക്കിംഗ് ഫീസായി വരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 12 ദിവസത്തേക്ക് ഇത് ഏകദേശം 3.15 ലക്ഷം രൂപ വരും. ഇത് വളരെ ചെറിയ തുകയാണ്. ഇതിനുവേണ്ടി വിലപേശേണ്ടതില്ല എന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ നിലപാട്. അദാനിയെയും ഇത് അറിയിക്കും. ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് സംഘത്തിന് ഇന്ധനവും താമസവും ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്. ഇന്ത്യയും UK-യും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്തിന്റെ പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള ചെലവുകൾ കേന്ദ്ര സർക്കാർ വഹിക്കും. വിമാനത്താവളത്തിലെ VIP വിമാനങ്ങൾക്കായി നീക്കിവെച്ച ബേ 4ലാണ് അതിസുരക്ഷാ പ്രാധാന്യമുള്ള ഈ വിമാനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സാണ് വിമാനത്തിന് കർശന സുരക്ഷ ഒരുക്കുന്നത്. ഇത് കാരണം മറ്റ് VIP വാഹനങ്ങൾ ഇറക്കാനുള്ള പ്രതിസന്ധിയുണ്ട്. ഇത് പരിഗണിച്ചാണ് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയത്. വിമാനത്തിന്റെ സെൽത്ത് സാങ്കേതിക വിദ്യയും മറ്റ് രഹസ്യ വിവരങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റണമെന്ന വാഗ്ദാനം റോയൽ നേവി ആദ്യം നിരസിച്ചു. പക്ഷേ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് മാറ്റിയേ മതിയാകൂ എന്നാണ് ബ്രിട്ടനെ ഇന്ത്യ അറിയിക്കുകയായിരുന്നു. ഇത് ബ്രിട്ടൻ അംഗീകരിക്കുകയും ചെയ്തു. ഹാങ്ങർ യൂണിറ്റിൽ മറ്റ് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് തടസ്സമുണ്ടാകാതെയാകും യുദ്ധവിമാനങ്ങൾ അതിന്റെ തകരാറുകൾ പരിഹരിക്കാം. വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂടി എത്തിയ ശേഷം ഹാങ്ങറിലേക്ക് മാറ്റും. ഈ മാസം 15-നാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് ഇറക്കിയത്. തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് നേവിയുടെയും വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോക്ഹീഡ് മാർട്ടിന്റെയും എഞ്ചിനീയർമാരായിരിക്കും എത്തുക. ഇവർ യാത്രയ്ക്കായി കേന്ദ്ര അനുമതി തേടിയിട്ടുണ്ട്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനമാണ് തകർന്നതെന്നാണ് വിവരം. കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കുരമിട്ട HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെത്തി എത്ര ശ്രമിച്ചിട്ടും അതിന്റെ തകരാർ പരിഹരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത വലിയൊരു നാണക്കേട് അമേരിക്കയ്ക്കും ബ്രിട്ടൻ അടക്കം ഉണ്ടാവുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് പ്രതിരോധ മന്ത്രാലയം തന്നെ ഈ വിമാനം ഹാങ്കറിലേക്ക് മാറ്റി അത് ഇന്ത്യയിൽ വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് അതിൻ്റെ സാങ്കേതിക തകരാറെല്ലാം തന്നെ പരിഹരിച്ച് വിമാനം കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ട, അതിനെ നേരെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം എന്നൊരു നിഗമനത്തിലേക്ക് ഇന്നലെ അർദ്ധരാത്രി കൊണ്ട് എത്തിയത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.